ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ നൈറ്റ് ഫിഷിങ് കേട്ടോ. രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മളെ ചെക്കന്മാരവിടെ ഇട്ടുണ്ട്. ചൂരക്കുടലും കോഴിക്കോടലുമാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ചെന്നപ്പോൾ തന്നെ മുജീബ് എറിഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ്. സെയ്തുലവി ആണെങ്കിൽ എറികളെ ബൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കോഴിക്കോട്ടിലാണ് എറിയണത്. മുജീബ് ചൂരക്കോട്ടലാണ്. ഉദ്ദേശം വാളയാണ്. വാളയ്ക്ക് വേണ്ടിയിട്ട് എറിയണം കേട്ടോ. അങ്ങനെ അവൻ കുടലൊക്കെ സെറ്റാക്കി എറിഞ്ഞിട്ടു കേട്ടോ. ഏകദേശം പുഴയുടെ സെൻട്രലിലേക്ക് തന്നെ അവൻ എറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുള്ള് വെയിറ്റിംഗ് ആണ്. അവിടുന്ന് വലിയ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഏരിയ മാറ്റി നമ്മളെ കെട്ടിൻ്റെ അങ്ങോട്ട് ആക്കി കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു കോട്ടി അടിച്ചു, ചെറിയ കോട്ടിയാണ്. അതിനെ റിലീസ് ചെയ്തു കേട്ടോ. റിലീസ് ചെയ്ത് അപ്പോഴേക്കും നമ്മളെ സെയ്തുലവിക്ക് ഒരു പരലടിച്ചു. ചെറിയ കുളത്തായിട്ടത് വാളക്കുളത്ത് മാറ്റി. അപ്പോൾ പരലാണ് കൂടുതലും കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു പരൽ തന്നെയാണ് കിട്ടിയിട്ടോ. സെയ്തുലവിയും മുജീബ് മൂസിനെ ഇട്ടിരുന്നത്, ഞാൻ എറിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് മുജീബിന് എന്തോ ഒരു കോളം തോന്നിട്ട് ഒപ്പം കണ്ടു പോയിട്ടോ. അപ്പോൾ അവൻ്റെ എറി എൻ്റെ കയ്യിലാണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ എനിക്ക് വലിയ ഈ എറിയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ് എറി ഇടാത്തത്. ഞാൻ എന്നിട്ട് പിന്നെ എറിയും കൈ പിടിച്ചിങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്കും ഒരു നല്ല അടിപൊളി സ്ട്രൈക്ക് കിട്ടിയിട്ടോ. ഞാൻ പെട്ടെന്ന് കുക്കപ്പെടുത്ത് വലിച്ചു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരു കയ്യിലാണ് ഫോൺ പിടിച്ചിരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു പരലിനായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല പറഞ്ഞാൽ അടിപൊളി പരൽ തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സ്, അധികം കൊത്തൊന്നും ഉണ്ടായില്ല. കൊത്തുണ്ടെങ്കിലും നമുക്ക് മീൻ കയറിയൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ എടുക്കണം. ബായ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള പരൽ തന്നെ കേട്ടോ. എൻ്റെ കൈയിൻ്റെ അത്ര വലുപ്പമുള്ള പരലാണ് കിട്ടിയത്.